കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് തല അദാലത്ത് കോതമംഗലം സെന്റ് തോമസ് ഹാളിൽ തുടങ്ങി. മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സംവിധാനങ്ങൾ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. സർക്കാർ സംവിധാനങ്ങൾ ജനസൗഹൃദമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് തല അദാലത്ത് കോതമംഗലം സെന്റ് തോമസ് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പലപ്പോഴും പല ചട്ടങ്ങളുടെ വ്യാഖ്യാനങ്ങളിലാണ് പ്രശ്നമുണ്ടാകുന്നത്. അത് വാസ്തവത്തിൽ പരിശോധിക്കുമ്പോൾ ആ വ്യാഖ്യാനങ്ങളിലെ പ്രശ്നം ഒരു ആൾ എവിടെയെങ്കിലും ഏതോ കാലത്ത് ഒരു പ്രശ്നം എഴുതി അവിടെ നിന്ന് പിന്നീട് ആ ഫയലിൽ മുഴുവൻ അതിനെ തുടർന്ന് മാത്രമേ ആ ഫയൽ പോകും. തിരിച്ച് അതിന്റെ ശരി കണ്ടെത്തിക്കൊണ്ട് അതിനൊരു തീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തീർപ്പാകാതെ പോകുന്ന ചുവപ്പ് നാടകളിൽ കുരുങ്ങുന്ന ഒരുപാട് ഫയലുകൾ ഉള്ളതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് നമ്മുടെ സംവിധാനങ്ങളെ ജനസൗഹൃദമാക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളിലെ മാറ്റം മാത്രമല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ന്യായമായ നിയമപരമായ ഇടപെടൽ കാര്യക്ഷമമാക്കുക കൂടിയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഫയൽ അദാലത്തുകൾ, പരാതി പരിഹാര അദാലത്തുകൾ തുടങ്ങിയവയിലൂടെ നീതിയും ന്യായവും താമസമില്ലാതെ ജനങ്ങൾക്ക് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. മുൻവർഷത്തെ അദാലത്തിന്റെ ഫലപ്രാപ്തി കണ്ടാണ് സർക്കാർ വീണ്ടും അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ചട്ടങ്ങളുടെ വ്യാഖ്യാനം മൂലമാണ് പല പ്രശ്നങ്ങളും ചുവപ്പുനാടിയിൽ കുരുങ്ങുന്നത്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് അദാലത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ പഠിച്ച് ചട്ടങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും കോതമംഗലം താലൂക്ക് തല അദാലത്തിന് മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. അദാലത്തിൽ ലഭിച്ച പരാതികളിൽ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് തുടർ പരിശോധനകൾ ഫെബ്രുവരി ആദ്യവാരം എറണാകുളം ജില്ലയിൽ ആരംഭിക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ജനുവരി 20-ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ആദ്യ അവലോകന യോഗം ചേരും. തുടർന്ന് മന്ത്രിതല അവലോകന യോഗവും ചേരും. ഓരോ 10 ദിവസം കഴിയുമ്പോഴും തുടർ നടപടികൾ സംബന്ധിച്ച് അവലോകന യോഗം കൂടും. കൂടുതൽ പരാതി ലഭിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ തുടർ നടപടികൾ സംബന്ധിച്ച് ഉറപ്പാക്കണം. റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികളുടെ തീരുമാനങ്ങൾ സംബന്ധിച്ച് സബ് കളക്ടർ, RDO എന്നിവർ ഉറപ്പാക്കണം. അദാലത്തിൽ ലഭിച്ച പുതിയ അപേക്ഷകളിൽ വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് തേടുമെന്നും മന്ത്രി പറഞ്ഞു. MLA-മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ, കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ KK ടോമി, ജില്ലാ കളക്ടർ NSK ഉമേഷ്, മലയാറ്റൂർ DFO കൂറ ശ്രീനിവാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ്, കോതമംഗലം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA നൌഷാദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റഷീദ സലീം, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, വാർഡ് കൌൺസിലർ ഷിബു കുര്യാക്കോസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ്, മൂവാറ്റുപുഴ RDO PN അനി, ഡെപ്യൂട്ടി കളക്ടർ K മനോജ്, തഹസിൽദാർ മായ M തുടങ്ങിയവർ പങ്കെടുത്തു. വർഷമായി ഭൂമി കൈവശം വെച്ച് കൃഷി ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.